ഈ തുടക്ക സിനിമയുടെ സ്ക്രിപ്റ്റ് വീട്ടിലെത്തിയതിനു ശേഷം എത്ര മണിക്കൂർ വീട്ടിൽ ഡിസ്കഷൻ നടന്നു ഈ പടത്തിലേക്ക് വിസ്മയിക്കാം? വിസ്മയ, അടുത്ത ചോദ്യം, പ്രണവേട്ടൻ എന്താണ് നൽകിയ ഉപദേശം? ആദ്യമായിട്ട് അതിന് വിസ്മയം എങ്ങനെ എത്ര മണിക്കൂർ നടന്നു എനിക്ക് അറിഞ്ഞൂടാ, കാര്യം ഞാൻ അതിലുണ്ടായിരുന്നില്ല. കഥ കേട്ടു. അപ്പം നമുക്ക് നമ്മുടേതായിട്ടുള്ള ചില അഭിപ്രായങ്ങൾ പറഞ്ഞു, അത്രയേ ഉള്ളൂ. അല്ലാതെ അതിൻ്റെ കൂടുതൽ ഡിസ്കഷനിലേക്കൊന്നും ഞാൻ പോയില്ല. അതാണ് സത്യം. എനിക്ക് എൻ്റെതായിട്ടുള്ള ചില അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു, അത് ഞാൻ ഷെയർ ചെയ്തു. അതുകൊണ്ട് അവർക്ക് ചില കാര്യങ്ങൾ അങ്ങനെയാണല്ലോ, ചില അക്സെപ്റ്റ് ചെയ്യാൻ തോന്നുന്ന കാര്യങ്ങൾ അവർ അക്സെപ്റ്റ് ചെയ്യും. അതാണ് എൻ്റെ സത്യം. പ്രണവേട്ടൻ എനി ഹെൽപ്പ് ടിപ്സ് ഫോർ ആക്ടിങ്? You just have fun and discussion. അങ്ങനെ ഡിസ്കഷൻ ആയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഞാനും അമ്മയും ഇതിനെ പറ്റി സംസാരിച്ചു. സ്റ്റോറി ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിവേസ്, ഹലോ, ഇവിടെയാണ്. നമസ്കാരം. ലാലേട്ടൻ അഭിനയത്തിന്റെ കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം. വിസ്മയോടൊപ്പം ആ ഷെയർ ചെയ്യുമ്പോൾ, ക്യാമറയ്ക്ക് ഷെയർ ചെയ്യുമ്പോൾ ലാലേട്ടന് തോന്നിയ ആ മുഹൂർത്തം എന്തായിരുന്നു ആ സമയത്ത്? അല്ല, ആ സമയത്ത് എൻ്റെ മകളാണെന്നൊന്നും ഞാൻ വിചാരിക്കില്ല. എൻ്റെ കൂടെ അഭിനയിക്കുന്ന ഒരാളായിട്ടാണ്. മകളായിട്ട് വിചാരിച്ചാൽ നമുക്ക് ചിലപ്പോൾ അഭിനയിക്കാൻ പറ്റില്ല. ഒരു പെർഫോമൻസ് ചെയ്യുന്ന സമയത്ത് അങ്ങനെയാണ്, ഒരു ക്യാരക്ടറായിട്ടാണ്. അപ്പോൾ അവർക്ക് അവർ പറയുന്ന അല്ലെങ്കിൽ അവർ നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ നമുക്കിങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഇറ്റ്സ് എ ഗിവ് ആൻഡ് ടേക്ക് എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് അഭിനയിച്ച് കഴിഞ്ഞിട്ട് ആ സിനിമ കാണുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് ഫീൽ ചെയ്യാം. അല്ലാതെ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എൻ്റെ കൂടെ ഉള്ള ഒരു പുള്ളിക്കായിട്ട് ഞാൻ വിചാരിച്ചു. അച്ഛൻ്റെ അടുത്ത് ചോദിച്ച ചോദ്യം തന്നെയാണ്. സിനിമകൾ ഒത്തിരി അച്ഛനെ കണ്ടിട്ടുണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ കിരീടമാണെന്ന് പറഞ്ഞിട്ടുമുണ്ട്. ഈ സിനിമയിൽ അച്ഛൻ്റെ മുന്നിൽ പോയെന്ന് ഒരു ഡയലോഗ് പറയുമ്പോൾ, ജൂഡ് പറഞ്ഞിരുന്ന ഡയലോഗ് പറയുമ്പോൾ എന്തായിരുന്നു ആ ഫീൽ? അച്ഛനായി കണ്ടു. അതുകൊണ്ട് ഞാൻ അവിടെ എത്തിയപ്പോൾ എല്ലാവരും അച്ഛനെ കൂടെ ആക്ട് ചെയ്യാൻ പോകുന്ന എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. I was nervous. ഞാൻ നെർവസ് ആയിരുന്നു. എനിക്ക് ആദ്യത്തെ സീനിൻ്റെ ഫസ്റ്റ് ഷോട്ടിലായിരുന്നു പ്രശ്നം. പക്ഷെ പിന്നെ സീനിലോട്ട് പോയപ്പോൾ ഓക്കെ ആയിരുന്നു. Hi, Vismaya. I'm a city writer. Okay. So you've spent years expressing yourself through poetry, painting, and everything. There, the creative control is almost under you. But here, when it's acting, it's more of a collaborative process and it's shaped by Jude's vision here. Is it difficult to let go of that control, emotional control, as an artist? So I would say that it's still the same kind of freedom. I wouldn't say that the freedom is any less with this process, because it's like, it's an art form, right? So you're still expressing in your own way. So it's not, yes, of course the director gives you his vision, but then it's your instrument, right? So you have to bring out your own creativity. Yeah. Thank you so much for the answer, sir. My question is to you. You've seen actors starting their journey through all these decades. As a father and as an actor, what do you think is the most important quality a co-actor, an experienced co-actor should have when he is with a person who's facing the camera for the first time? Basically, common sense. Seriously. Because we are not supposed to ridicule them, or we should not give any kind of confusion to them. So be with them, travel with them, and you can, on the travel you can correct them, or you can learn so many things. So to be with acclimatization, you need an acclimatization. They also need.
So to be in that league and to be in our league, it's a beautiful process happening. So നമ്മുടെ co-actors-ന്റെ കൂടെ ഏറ്റവും രസകരമായിട്ട് be fun with them, be എന്താണ് be in a state of happiness in exchange and make them comfortable. Same with Maya. അപ്പോൾ മായ sometimes we feel അയ്യോ ഈ കുട്ടി എന്താ ഇങ്ങനെ ചെയ്യുന്നത് ഇവരുടെ എല്ലാവർക്കും തോന്നാം മറ്റവർക്കും തോന്നാം അതിന് ഒരു ഇറിറ്റേറ്റഡ് ആകാതെ സെയിം വിത്ത് ഡയറക്ടേഴ്സ് ഓൾസോ അല്ലേ ചില ഡയറക്ടേഴ്സ് ഉണ്ട് ചില ദേഷ്യപ്പെടുന്നവരുണ്ടാവും പക്ഷേ ദാറ്റ് വിൽ റിഫ്ലക്ട് ദ കോൺഫിഡൻസ് ഓഫ് ദ ആക്ടർ അപ്പോൾ ഇതൊരു പ്രോസസ്സാണ് ഇറ്റ്സ് എ ഹാബിറ്റ് ഇത് ഒരു പ്രാക്ടീസാണ് സോ ഇപ്പോൾ ലൈക്ക് ഈ സെഡ് ഫസ്റ്റ് ഡേ പോലെ ആയിരുന്നില്ല മായ 10th ഡേ പിന്നെ ലാസ്റ്റ് ഡേ ആണ് സോ ഇറ്റ്സ് എ പ്രോസസ് സോ അതിന് യു നീഡ് ഇതൊരു സെൽഫായിട്ട് കണ്ടുപിടിക്കുക അങ്ങനെയൊക്കെ പറയുന്നതൊക്കെ ഇറ്റ്സ് മോർ ഇറ്റ് ക്യാൻ ഹാപ്പൻ ഓൺ ദ സ്റ്റേജ് ദിസ് ഈസ് സംതിങ് ഡിഫറെൻറ്റ് എൻറ്റിറ്റി വൈസ് ഇറ്റ്സ് ടോട്ടലി ഡിഫറെൻറ്റ് സിനിമ എന്ന് പറയുന്നത് സോ യു ഹാവ് ടു പ്രാക്ടീസ് നിങ്ങളുടെ ഒരു ഇൻ്റലിജൻസ് ആണ് അതിൻ്റെ പുറകിലുള്ളത് ആൻഡ് ബേസിക്കലി ഐ ബിലീവ് ആൻ ആക്ടർ നീഡ്സ് എക്സലൻറ്റ് കോമൺ സെൻസ് താങ്ക് യു Thank you so much, sir.